സുഭദ്രാഹരണം കഥയാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതും ചൊല്ലിയാടുന്നത്. സുഭദ്രാഹരണം കഥകളി എഴുതിയത് മന്ത്രയിടത്ത് നമ്പൂതിരിപ്പാട് എന്നേ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, എന്തായിരുന്നു എന്നുള്ളതൊന്നും രേഖകളിലൊന്നും കൃത്യമല്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ, അതായത് അതിൽ ഈ മാലയിടുന്ന ആ രംഗം നേരത്തെ പറഞ്ഞതുപോലെ മനോജനെല്ലാം വിശദമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. കൃഷ്ണനെ കുമ്പിട്ട് കഴിഞ്ഞാൽ അവിടെ കൃഷ്ണനിൽ നിന്ന് കണ്ണിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇതുവരെ ഇവർ ചെയ്തു തന്ന ആ ഒരു സഹായം, ആ സഹായം എല്ലാം സ്വീകരിച്ചെങ്കിലും താൻ തിരിച്ചങ്ങോട്ട് ചെയ്തത് സന്യാസി വേഷം കെട്ടി ഇവരോടുള്ള ഒരു അവരെ കളിപ്പിക്കുകയാണ് ചെയ്തത്. ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ് എങ്കിലും അതൊന്ന് ആലോചിച്ചിട്ട് ആണ് ലജ്ജ അവിടെ. അതേസമയം ഇന്ദ്രൻ്റെ അടുത്ത് ഇന്ദ്രനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഈ ഒരു വിവാഹത്തിന് ദേവന്മാരും ദേവമുനിവൃന്ദവും ഇങ്ങനെ എല്ലാവരും വന്നിങ്ങനെ ഇവിടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള ഒരു വല്ലാത്ത ഒരു സന്തോഷം ആണ് പിന്നെ പ്രകടിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ കുമ്പിടുന്ന സമയത്തുള്ള ഭാവം, ഇതൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ സുഭദ്രാഹരണത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചൊല്ലിയാട്ടം ആരംഭിക്കാം. ആ രംഗം വിശദമാക്കി കഴിഞ്ഞതുകൊണ്ട്. സുഭദ്രാഹരണം എഴുതിയത് മന്ത്രയിടത്ത് നമ്പൂതിരിയാണ്. ഈ മന്ത്രയിടത്ത് കുടുംബം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് പല പല കുടുംബങ്ങളും ഈ ശാസ്ത്ര പഠനത്തിന് ഉള്ള സർവകലാശാലകൾ പോലെ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. അവർ തന്നെ ഭക്ഷണം കൊടുത്ത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും താമസിപ്പിച്ച് അവിടെ ഈ വിദ്യ അഭ്യസനം നടത്തിയിരുന്നത്. നമുക്ക് കൊടുങ്ങല്ലൂർ കളരി വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്, നമുക്കറിയാം. അതേപോലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒറ്റപ്പാലത്തുള്ള ഈ മന്ത്രയിടത്ത് കുടുംബം. ഇത് നമുക്ക് അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഗുരുകുഞ്ചുകുറുപ്പ്, തകഴിയിലുള്ള ഗുരുകുഞ്ചുകുറുപ്പിനെ സംരക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ ഈ മന്ത്രയിടത്ത് കുടുംബത്തെ താമസിച്ചിട്ടാണ് ഈ ഗുരുകുഞ്ചുകുറുപ്പ് പിന്നീട് വടക്കൻ പ്രദേശങ്ങളിലൊക്കെ പ്രസിദ്ധനാകുന്നതും ഇന്ന് നമ്മൾ അറിയുന്ന ഗുരുകുഞ്ചുകുറുപ്പ് വടക്കേ ഇന്ത്യയിലേക്കും കൂടെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പോകുന്നതും ആദ്യത്തെ പത്മഭൂഷൺ കിട്ടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. ഈ മന്ത്രയിടത്ത് കുടുംബത്തിലായിരുന്നു മാണിമാധവ ചാക്യാരാശാൻ്റെ വിദ്യാഭ്യാസം. അതുകൊണ്ട് മാണിമാധവ ചാക്യാരാശാൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം ഈ മന്ത്രയിടത്ത് കുടുംബത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ കഥകൾ പറയുമായിരുന്നു. ഇത്രയും വിശദമായി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കോട്ടയം കഥകളുടെ രചനയ്ക്ക് ശേഷം മിക്കവാറും നമ്മൾ ഇന്നറിയപ്പെടുന്ന എല്ലാ ആട്ടക്കഥകളും, ഭൂരിപക്ഷം ആട്ടക്കഥകളും രചിക്കപ്പെട്ടത് ഒന്നുകിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് തെക്കോട്ടോ ഉള്ള പ്രദേശങ്ങളിലായിരുന്നു. ഇവിടെ മന്ത്രയിടത്ത് നമ്പൂതിരി രചിച്ച ഈ ആട്ടക്കഥയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം കോട്ടയം കഥയെ കൃത്യമായി പഠിച്ച് കോട്ടയം കഥയുടെ ഒരു പദഘടന, അതിൻ്റെ രചനാ തന്ത്രം അദ്ദേഹം പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ഓരോ താളവട്ടത്തിലും മുദ്രകളെ ഒതുക്കാൻ പാകത്തിന് കോട്ടയത്ത് തമ്പുരാൻ പദരചന നടത്തിയത്, ആ സമ്പ്രദായം അങ്ങനെ തന്നെ അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതാണ് ഇതിനകത്ത് ഈ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന പതിഞ്ഞ പദങ്ങളുണ്ട്. ഈ പതിഞ്ഞ പദം എന്ന് പറഞ്ഞാൽ പതിഞ്ഞ കാലത്തിലുള്ള പദങ്ങളാണ്. അപ്പം അത് ഇവിടെ ഈ ആദ്യത്തെ മാലയിടിയിൽ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കഷ്ടം ഞാൻ കപടം കൊണ്ട് യതിയായി ചമഞ്ഞതും എന്നുള്ള ആ അർജുനൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. കഷ്ടം, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു സന്യാസിയായി വന്ന്, കപട സന്യാസിയായി വന്ന് അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങ് എൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. ഇതിലുള്ള എൻ്റെ ഒരു ജാള്യത, ആ ജാള്യതയാണ് അവിടുത്തെ ഒരു ഭാവം. വളരെ ചെറിയൊരു ഭാവമാണ്, പക്ഷേ ആ ചെറിയൊരു ഭാവത്തെ മുദ്രാഭിനയത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതൊരു പദമാക്കി അതിനെ രൂപപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ ആ ചരണത്തിലാണ് അതിൻ്റെ ഭംഗി മുഴുവൻ കിടക്കുന്നത്. കഷ്ടം ഞാൻ കപടം കൊണ്ട് യതിയായി ചമഞ്ഞതും ഒട്ടല്ലതിൻ പാതകം പെട്ടെന്ന് ഭവാൻ എൻ്റെ അടിയിൽ വീണതും ഓർത്താൽ ജലതമമ സകലമിതു മാധവ എന്നൊക്കെ. അതിൻ്റെ ആ ഘടനയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് അതിൻ്റെ പദം അഭിനയിക്കുന്നതിന് മുമ്പായിട്ട് വിശദീകരിക്കാം.
ഇങ്ങനെ അതേപോലെ തന്നെ ചെമ്പതാളത്തിലുള്ള കഞ്ചതളം എന്നുള്ള പതിഞ്ഞു പദവും, ഇങ്ങനെ ഈ കോട്ടയം കഥയുടെ സമ്പ്രദായത്തെ അങ്ങനെ തന്നെ അതിൻ്റെ ഭാവാധിഷ്ഠിതമായ രംഗസങ്കല്പന രീതികളും അതിൻ്റെ പദഘടനയും മുദ്രാഭിനയവും അതുപോലെ അതിനകത്തെ ഭാവത്തെ സമീപിക്കുന്ന രീതിയും ഒക്കെ അങ്ങനെ തന്നെ അനുകരിച്ചുകൊണ്ട് തന്നെ എഴുതിയ ഒരു ആട്ടക്കഥയാണ് ഈ സുഭദ്രാഹരണം. അതുകൊണ്ട് തന്നെ അത് കഥകളിയുടെ ഈ വ്യാകരണം നോക്കിയാൽ അതിൻ്റെ പരിപൂർണതയിൽ ആവിഷ്കരിക്കപ്പെട്ട ഒന്നാണ്. പരിപൂർണത എന്ന് ഞാൻ പറയുമ്പോൾ പിന്നീട് അതിന് വളർച്ചയില്ല എന്നല്ല, തീർച്ചയായും വളർച്ചയുണ്ട്. ഓരോ ഘട്ടത്തിലും പരിപൂർണത നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നതാണല്ലോ കലാരൂപം. ഒരു കാര്യം കൂടെ, വ്യക്തിപരമായ ഒരു കാര്യം കൂടെ, ഞാൻ വാസുപിഷാരുടെ ദേശൻ്റെ അടുത്ത് കലാമണ്ഡലത്തിൽ ചൊല്ലിയാടി കഴിഞ്ഞപ്പോൾ പോരാൻ നേരത്ത് വാസവശൻ ചോദിച്ചു, എന്ത് വേഷം ഇവിടെ കൂത്തമ്പലത്തിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സുഭദ്രാഹരണത്തിൽ ഈ അർജുനൻ ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ വാസവശൻ്റെ അടുത്ത് ചൊല്ലിയാടി കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ നിന്ന് പോരുമ്പോൾ ഇത് കൂത്തമ്പലത്തിൽ ചെയ്തിട്ടാണ് പോകുന്നത്. അതിലൊരു വലിയൊരു ഭാഗ്യം, സന്തോഷം എന്നുമുണ്ട്. ഏതായാലും ഇന്നിവിടെ ഈ ഒരു അവതരണം തുടങ്ങുന്നു. നമ്മുടെ കലാകാരന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന ഈ ഒരു അവതരണം, ഇതിന് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ മനോജ് ആമുഖം പറഞ്ഞത്. എല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു. തുടങ്ങും, അത് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ വേഷത്തോടു കൂടി ചെയ്യുമ്പോൾ ഇവിടെ പച്ചവേഷം വരും, ഇപ്പോഴൊരു സ്ത്രീവേഷം വരും, ഇവിടെ ശ്രീകൃഷ്ണൻ ഇവിടെ ഇന്ദ്രനിരിക്കും, മേക്കട്ടി ഉണ്ടാവും, ആലോട്ടം ഉണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു അരങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. ഭയങ്കര നിറവാണ്. അത് നമുക്ക് 4-ാം തീയതി കാണാം. ഇപ്പോൾ നമുക്ക് ചൊല്ലിയാട്ടം തുടങ്ങും. ഒന്ന് കൊട്ടിമാറി ഒരു വന്ദനശ്ലോകത്തോടു കൂടി തുടങ്ങും. അബ്ജവാസരമണി ഗോവിന്ദമാദ്യം ആദ്യം ഗുരു വ്യാസം പാണിനി ഗർഗനാരദഗണാധാര്യ മുനീന്ദ്ര ബുധ ദുർഗാ ചാപി മൃദംഗശൈലനിലയ ശ്രീ പോർക്കലി ഇഷ്ടദ ഭക്ത്യ നിത്യമുപാസ്മഹേ സപതിന കുർവന്ധ്വമേ മംഗളം. ഗുണവതി സുമുഹൂർത്തേ
ചമലോ ഉദാരകീർത്തേ സുഭഗ മധുരമൂർത്തേ ആജ്ഞയ ജഗ്രാഹ പാർത്ഥ
വീണ്ടും പഴയ സ്ഥിതിയിലെത്തി. വലത് കൈയിലെ അമ്പും ഇടത് കൈയിലെ വില്ലും.
ചെയ്യേണ്ടത് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അത് അടുത്ത ഭാഗത്തെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അർജുനൻ്റെ കഷ്ടം ഞാൻ കപടം കൊണ്ട് ഗതിയായി ചുമച്ചത് എന്നുള്ള പദം വരുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ചൊല്ലിയാടാം. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പ്രവേശം, അർജുനൻ്റെ പ്രവേശം, ഇത് അടന്ത ശ്രീകൃഷ്ണൻ്റെ പദം അടന്ത 28 ഒന്നാമത്തെ കിടവടി ഇതാണ്. അടുത്ത കിടതാനിന്ദ. മൂന്നാമത്തെ കിടതാനിന്ദ. നാലാമത്തെ കിടതാനിന്ദ. അഞ്ചാമത്തെ കിടതാനിന്ദ. നോക്കിക്കാണുന്നു.
കൃഷ്ണനും കൂടെ ഒരുമിച്ച് ആദ്യം ബലഭദ്രൻ ഈ വിവരം അറിഞ്ഞ് ദേഷ്യപ്പെടുന്നു, കോപിക്കുന്നു. അതിനുശേഷം ശ്രീകൃഷ്ണൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോപമൊക്കെ ശമിച്ചു. അതിനുശേഷം ഇവർ പോകുന്ന സമയത്ത് ഈ യുദ്ധഭൂമിയിലെത്തുകയാണ്. ആ യുദ്ധഭൂമിയിലെത്തുമ്പോൾ അവിടെ അർജുനൻ ഈ യാദവ സൈന്യങ്ങളുടെ ഒന്നും ശരീരത്തിലൊന്നും അല്പം പോലും മുറിവ് ഏറ്റിട്ടില്ല. എന്നാൽ അവരുടെ രോമങ്ങളും അതുപോലെ കുതിരകളുടെയും മറ്റും രോമങ്ങൾ അവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈ ബലഭദ്രൻ, അതുവരെ ദേഷ്യം ഉണ്ടായിരുന്ന ബലഭദ്രൻ സന്തോഷിച്ച് അത്രയുമതല്ലടോ എന്ന് പറയുകയാണ്. ചിത്രമിതു മാധവ, എത്രയും നമ്മുടെ പാർത്ഥൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ആണ് അടുത്ത കാലത്ത് രൂപപ്പെട്ടതാണ് ഈ അഷ്ടകലാശം. പണ്ട് ഉണ്ടായിരുന്നില്ല. അതിവിടെ പീശപ്പള്ളിയും ആദിത്യനും കൂടെ എടുക്കുന്നുണ്ടാവും 4-ാം തീയതി. അത് ഞാനിവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഒന്ന് ചെയ്യാം. ഈ അഷ്ടകലാശം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ധാരാളം അഭിപ്രായ ഭേദങ്ങളുണ്ട്. പക്ഷേ കഥകളിയിലെ ഒരു കലാശം എന്ന് മാത്രമേ നമുക്കതിന് പറയാൻ പറ്റുള്ളൂ. ആ കലാശം സന്തോഷം സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കഥകളിയിലെ പൊതുവെ നൃത്തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ ഭാവം എന്താണോ ആ ഭാവത്തിനനുസരിച്ച് ആ കലാശം എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പതിഞ്ഞ ഒരു വട്ടം വെച്ച് കലാശമാണെങ്കിൽ ആ പതിഞ്ഞ വട്ടം വെച്ച് കലാശം ദുഃഖത്തിനും എടുക്കും, ശൃംഗാരത്തിനും എടുക്കും, വീരത്തിനും എടുക്കും. അപ്പോൾ അത് ആ സന്ദർഭത്തിനനുസരിച്ച് ആ കലാശത്തിന് ആ ഭാവം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഷ്ടകലാശം ഇവിടെ സന്തോഷത്തോടു കൂടിയാണ്. അതുപോലെ പല സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ ഈ അഷ്ടകലാശത്തിലെ തന്നെ ഒരു ഭാഗം, അതിലെ പ്രധാനപ്പെട്ട ഭാഗം അതായിരിക്കണം അഷ്ടകലാശം എന്ന് പറയുന്ന ഭാഗം. ഏതായാലും അത് ശൗര്യഗുണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. അവിടെ സന്തോഷമൊന്നും അല്ലല്ലോ, അവിടെ അതിഭീകരമായ ഇങ്ങനെ തിളച്ചു മറിയുന്ന ക്രോധമാണ്. അപ്പോൾ ആ ക്രോധം കാണിക്കാനും ഇത് ഉപയോഗിക്കുന്നു. പിന്നെ മറ്റൊന്നും കൂടെ ശ്രദ്ധിക്കാൻ, ഇതിനകത്ത് ധാരാളം നാടൻ താളങ്ങളെല്ലാം കൂടെ ഇങ്ങനെ മാല പോലെ കെട്ടി വെച്ച ഒരു പ്രത്യേക കോറിയോഗ്രാഫിയാണ് ഇത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഒരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ
താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് അന്വേഷിക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു സമ്പ്രദായമാണ് ഈ ചതുരശ്രം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിനിടയ്ക്ക് തിസ്രം കയറി വരുന്നത്. ഇപ്പം തരിക്കിട്ട 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 തക്കിട്ട തക്കിട്ട തരിക്കിട്ട തരിക്കിട്ട, ഇത് എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലേ? പഞ്ചാരി മേളത്തിലൊക്കെ ഇത് നമ്മുടെ ധാരാളം അതാണ് ഇവിടെ ത ത കിട്ട തക്കിത്ത തക്കിട്ട കിട്ട തക്കിത്ത കിട്ട തക്കിത്ത കു ധീ കു തക്കിട്ട തക്കിട്ട എന്നാണത്. ആ ധ കു ധീ കു ത കു തി, ഇങ്ങനെ ഇതിനെ എടുത്തു കാണിച്ചുകൊണ്ട് കുമാരനാശാൻ ഈ അഷ്ടകലാശത്തിൽ തന്നെ വേറൊരു പുതിയ ഒരു ഭാഷ്യം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ഈ കഥകളിയുടെ സൂക്ഷ്മമായ ഗവേഷണ മാർഗങ്ങളിലൊന്നാണ്. ഇതൊക്കെ പഴയ ആചാര്യന്മാർ എത്രമാത്രം ആഴത്തിൽ ഈ നാടൻ കലകളിൽ മുങ്ങിത്തപ്പി ഇത് കണ്ടെടുത്ത് നമ്മുടെ ചിട്ടകളിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഏതായാലും നമുക്കിവിടെ ഇത് കാണാം.
ഉദാഹരണത്തിൽ ഇത്രയാണ് നമ്മൾ ചൊല്ലിയാടുന്നത്. തോരണയുദ്ധം അധികം ചൊല്ലിയാടുന്നില്ല. തോരണയുദ്ധത്തിൻ്റെ കൂടുതലും ആട്ടങ്ങളാണ്, ശ്ലോകങ്ങളുടെ ആട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡായിട്ട് കണ്ണൻ ചേട്ടനൊന്ന് പറഞ്ഞു തരും. എവിടെയെങ്കിലും ചൊല്ലിയാടണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചെറിയ തോതിൽ അത് ചെയ്യുകയും ചെയ്യാം. കാരണം അധികവും ആട്ടങ്ങൾ തന്നെയാണ്. ഇതുപോലെ പദങ്ങൾ ചൊല്ലിയാടുന്നത് ഈ തോരണയുദ്ധത്തിൻ്റെ ഭാഗം നമുക്ക് ചൊല്ലിയാട്ടം വേണമെങ്കിൽ ആവാം. പക്ഷേ ഇവിടെ സമയം അതിക്രമിച്ചോ എന്നുള്ള ഒരു ആശങ്ക. അതിക്രമിച്ചിട്ടില്ലെങ്കിൽ ഹനുമാൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗം, അല്ലെങ്കിൽ രാവണൻ്റെ ഭാഗം. ഏതായാലും സുഭദ്രാഹരണം നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഭാഗങ്ങൾ ഇതാണ്. ബലഭദ്രനും കൃഷ്ണനും വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അത് കണ്ടു പരിചയം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് തോരണയുദ്ധത്തിലേക്ക് കടക്കാം. തോരണയുദ്ധം ഏറ്റവും ആദ്യം ഇന്നത്തെ നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴയ ആട്ടക്കഥകളിൽ ഒന്നാണ്. പണ്ട് തന്നെ ധാരാളം പ്രചാരത്തിലുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിനെ കൂടിയാട്ടത്തോടുള്ള അതിൻ്റെ ഒരു ബന്ധമൊന്നും ഈ സീതയെ അന്വേഷിക്കാൻ പോകാൻ തയ്യാറാകുന്നില്ല. ഇത് കണ്ട് അസംതൃപ്തനായ ശ്രീരാമൻ ലക്ഷ്മണനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ലക്ഷ്മണൻ ക്രോധത്തോടുകൂടി സുഗ്രീവൻ്റെ കൊട്ടാരത്തിൽ വരുന്നു. ബാലിവധത്തിൻ്റെ അവസാനത്തിൽ ബാലിയെ ചൊല്ലി കരഞ്ഞ താര ഇവിടെ സുഗ്രീവൻ്റെ ഭാര്യയായിട്ട് വന്ന് ഈ ലക്ഷ്മണനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് ഈ കഥയുടെ തുടക്കത്തിൽ കാണാം. അതിനുശേഷം ഇവർ ശ്രീരാമൻ്റെ അടുത്ത് സുഗ്രീവനും മറ്റും വന്ന് ഞങ്ങൾ സീതാന്വേഷണത്തിന് പോകാം എന്ന് സമ്മതിക്കുന്നു. അതിൻ്റെ യാത്രയാക്കുന്നു. ഇങ്ങനെ പുറപ്പെടുന്ന ഹനുമാനെ കാണിച്ചുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ഹനുമാൻ തിരതാഴ്ത്തി, അഹോ അതിഭയങ്കരമായ സമുദ്രം കാണുന്നു. എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം ശ്രീരാമചന്ദ്രൻ എല്ലാ കവികളെയും ഓരോരോ ദിക്കിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ എൻ്റെ കയ്യിലാണ് ഈ അടയാള അങ്കുലീയകം തന്നത്. അപ്പം അതെൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ സമുദ്ര ലംഘനത്തിന് തയ്യാറാകുന്നു. അവിടുന്ന് സമുദ്ര ലംഘനം ആണ്. ഈ സമുദ്ര ലംഘനം അവിടെ സമുദ്രത്തിൻ്റെ ഒരു വർണ്ണനയൊക്കെ സാധാരണ പതിവുണ്ട് ഓരോരുത്തരുടെ താല്പര്യപ്രകാരം. അങ്ങനെ ഈ സമുദ്ര ലംഘനം ഒരു പ്രത്യേക കോറിയോഗ്രാഫിയിലാണ് കഥകളിൽ കാണിക്കുന്നത്. അടന്തവട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള താളം അവിടെ പിടിച്ചുകൊണ്ട് ആ താളത്തിൽ ചെയ്യുന്ന ഒരു കോറിയോഗ്രാഫിയാണ്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. അങ്ങനെ കാലൊക്കെ പൊക്കി അവിടെ നിന്നിട്ട് അവിടുന്ന് താഴേക്ക് ചാടും. ആ താഴേക്ക് ചാടുന്നിടത്ത് അടന്തവട്ടം ആരംഭിക്കുന്നു. അടന്തവട്ടത്തിൽ ഒരു പ്രത്യേക കോറിയോഗ്രാഫി കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആകാശത്തിലൂടെ പോകുന്ന ആ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അവസാനം മുമ്പിൽ സുരസയെ കാണും. ആ സുരസയെ കാണുന്നതും കൂടെ ചെയ്യും. സുരസയെ കാണുന്നു, അതിനുശേഷം മറ്റേ മൈനാകത്തെ കാണുന്നു, അതിനുശേഷം ഛായാഗ്രഹിണിയെ കാണുന്നു. മൂന്നും ചെയ്യാണ്. അപ്പോൾ ഓരോന്നിനും ഇടയ്ക്ക് ഈ ആട്ടം കഴിഞ്ഞാൽ ഒരു ഈ സമുദ്ര ലംഘനത്തിൻ്റെതായ ഒരു കലാശമാണ്. അതിങ്ങനെ ലേശം ഇങ്ങനെ കാലം കയറി സ്പീഡ് കൂടി വരും. അത് കണ്ടോളൂ. വളരെ ഒട്ടും പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ല. ഈ സുരസ എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസി മുമ്പിൽ വരികയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഭക്ഷിക്കണം. ശരി, അതാണോ ആഗ്രഹം? ശരി, ഞാൻ അവിടെ പോയിട്ട് വരാമെന്നൊക്കെ ആദ്യം ഹനുമാൻ പറയും, വിസ്തരിച്ചാണെങ്കിൽ. ഇവിടെ ഇപ്പോൾ നമ്മൾ ലഘുവായിട്ട് ചെയ്തു പോവുകയാണ്. അപ്പോൾ നീ വാ വിളിക്കാൻ പറയുന്നു.
അപ്പോഴേക്കും ഈ സുരസ വാ പൊളിക്കുന്നു. സുരസയായിട്ട് തന്നെ ഈ ഹനുമാൻ പകർന്നാൾ. സുരസ വാ പൊളിക്കുന്നു. അപ്പോൾ ഈ ഹനുമാൻ അത് കാണുന്നു. കണ്ടിട്ട് ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കുന്നു. അത് കഴിയുമ്പോൾ ഈ സുരസ വീണ്ടും അതിനേക്കാൾ വലുതായിട്ട് വാ പൊളിക്കുന്നു. അത് കഴിയുമ്പോൾ ഇത് കാണുന്നു ഹനുമാൻ. പിന്നെ ഹനുമാൻ അതിനേക്കാൾ വലുതാവുന്നു. അങ്ങനെ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹനുമാൻ സുരസയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നാടുന്നു. അവസാനം നല്ലപോലെ വലിയ വലിപ്പത്തിലേക്ക് ഈ സുരസയുടെ വായ എത്തിക്കഴിയുമ്പോഴേക്കും ഈ ഹനുമാൻ സ്വയം ശരീരം ചെറുതാക്കി, ഇതൊക്കെ കണ്ടാൽ മുദ്രകൾ കണ്ടാൽ മനസ്സിലാവും, സ്വയം ശരീരം ചെറുതാക്കിയിട്ട് ഈ സുരസയുടെ വായിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ട് ഈ ചെവിയിലൂടെ പുറത്തേക്ക് കിടക്കുന്നു. പുറത്തേക്ക് കിടന്നിട്ട് അമ്മേ എന്നെ വഴിപോലെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും യാത്ര തുടരുന്നു. അതുപോലെ പിന്നെ മൈനാകം മുമ്പ് വരുന്നു. അപ്പോൾ മൈനാകം വിശ്രമിക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ശ്രീരാമകാര്യം സാധിക്കുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ല എന്ന് പറഞ്ഞ് ആ മൈനാകത്തെ അവിടെ താഴേക്ക് 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 ഈ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരികയാണ്. അപ്പം അതിനെ തിരിച്ച് സമുദ്രത്തിലേക്ക് താഴ്ത്തിയിട്ട് അവിടുന്ന് ഇദ്ദേഹം വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ ഛായാഗ്രഹിണി വന്നിട്ട് പിടിക്കുന്നത്. ഈ ഛായാഗ്രഹിണിയെ ഇടത്തെ കൈകൊണ്ട് ഒരു പ്രഹരം കൊടുത്ത് അവിടുന്ന് വീണ്ടും പോകുന്നത് വരെ. ശരി.
നമ്മൾ അധികം താമസിക്കാതെ നിർത്തേണ്ടി വന്നതുകൊണ്ടാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് രാവണൻ ലങ്കയിൽ ചെല്ലുന്നു, ലങ്കാലക്ഷ്മിയെ കാണുന്നു. ലങ്കാലക്ഷ്മിയെ ഇടത്തേക്ക് കൊണ്ട് പ്രഹരിക്കുന്നതോടുകൂടി ലങ്കാലക്ഷ്മി ലങ്കാസ്ത്രീയായി മാറുന്നു. ഹനുമാനോട് ഉള്ളിലേക്ക് പ്രവേശിച്ചോളാൻ അനുവദിക്കുന്നു. അങ്ങനെ ഹനുമാൻ ലങ്കയ്ക്കകത്തേക്ക് പ്രവേശിച്ച് അന്വേഷിച്ച് നടന്ന് സീതയിരിക്കുന്ന സ്ഥലത്തെത്തി സീതയെ കാണുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അവിടെ ഒരു പദമൊക്കെ ഉണ്ട്, പക്ഷേ ആ പദമൊന്നും എടുക്കാറില്ല. വളരെ വിസ്തരിച്ച് സീത അന്വേഷണത്തിൻ്റെ ഒരു പദമൊക്കെ ഉണ്ട്. അതിനുശേഷം അപ്പോഴാണ് രാവണൻ പുറപ്പെടുന്നു. സീതയുടെ അടുത്തേക്ക് രാവണൻ പുറപ്പെടുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഹനുമാൻ വിചാരിക്കും എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം എന്ന് വിചാരിച്ച് ആ ശിംശഭാ വൃക്ഷത്തിൻ്റെ മുകളിൽ തന്നെ കയറി ഇരിക്കുന്നു. അങ്ങനെ ഹനുമാൻ്റെ രംഗം കഴിഞ്ഞ് അടുത്ത രംഗത്തിൽ രാവണൻ പ്രവേശിക്കുന്നു. അത് നമ്മളിപ്പോൾ ചൊല്ലിയാൽ ചെയ്യുന്നില്ല, ആ ഭാഗം മാത്രം ഞാൻ പറയാം. അത് പല രൂപങ്ങളുണ്ട് അവതരിപ്പിക്കുന്നതിൻ്റെ. സാധാരണഗതിക്ക് അതിൻ്റെ രീതി എന്ന് പറയുന്നത് തുടക്കത്തിൽ രാവണൻ മണ്ഡോദരിയോടുകൂടി ഇരിക്കുന്ന, രാത്രിയിൽ കിടക്കുന്ന എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു മണിയറയാണ് ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ മണ്ഡോദരിയുടെ കൂടെ ഇരിക്കുകയാണെങ്കിലും അവിടെ തിരശ്ശീല ഇങ്ങനെ പകുതി താഴ്ത്തി ആ രാവണൻ മണ്ഡോദരിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടുന്ന് രാവണൻ ചിന്തിക്കുന്നത്, അതായത് മണ്ഡോദരിയുടെ അടുത്തിരിക്കുന്നെങ്കിലും രാവണൻ്റെ മനസ്സ് പോയിരിക്കുന്നത് സീതയുടെ അടുത്തേക്കാണ് എന്ന് കാണിക്കുന്ന ഒരു രംഗമാണ് അത്. അത് ഇങ്ങനെ ഈ രാവണൻ മുമ്പിലേക്ക് ഇങ്ങനെ വിളക്കിനടുത്തേക്ക് വരുമ്പോൾ സീതയുടെ അടുത്തേക്ക് പോകും. അവിടുന്ന് പിന്നെ തിരിച്ച് മണ്ഡോദരിയുടെ അടുത്തേക്ക് കണ്ണ് പോകുന്നു. അവിടുന്ന് വീണ്ടും സീതയുടെ അടുത്തേക്ക് സീതയെ സ്മരിച്ചുകൊണ്ട് കണ്ണ് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു ചലനത്തോടു കൂടി ആ സമയത്ത് കിരീടങ്ങളും ഒക്കെ പിടിച്ച് അങ്ങനെ ആ രാവണൻ്റെ പ്രൗഢി മുഴുവൻ കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഒരു പ്രവേശം. രാവണന് സാധാരണ തിരനോട്ടം പതിവില്ല. അതിനുശേഷം രാവണൻ്റെ ഒരാട്ടമുണ്ട് അവിടെ. അതായത് സാധാരണ ഞാൻ ആട്ടിക്കളഞ്ഞിട്ടുള്ള സൂര്യൻ എന്തുകൊണ്ടാണ് ഇവിടെ പ്രവേശിച്ചത്, ലങ്കയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ഞാൻ അഭയം കൊടുത്തിരിക്കുന്ന ചന്ദ്രനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ സൂര്യനല്ല, ഞാൻ അഭയം കൊടുത്തിരിക്കുന്ന ചന്ദ്രനാണ്. പക്ഷേ ഈ ചന്ദ്രൻ്റെ രശ്മികൾ സാധാരണ തണുപ്പുള്ളതാണ്. പക്ഷേ ഈ തണുപ്പുള്ള രശ്മികൾ എൻ്റെ ശരീരത്തിൽ ചൂടുള്ളതായിട്ട് ഭവിച്ചിരിക്കുന്നു. ഇത് ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്ന നാടകത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ്. കൂടിയാട്ടത്തിലൊക്കെ അത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമാണ്. അത് കഥകളിയിലും ആ ഭാഗം അവതരിപ്പിക്കാറുണ്ട്. അവിടെ ഇങ്ങനെ തിരതാഴ്ത്തി ചൂട് സഹിക്കുന്നില്ല എന്ന് പറയും. എന്താ കാരണം? സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഈ ലങ്കയിൽ നിന്ന് ഞാൻ ആട്ടിക്കളഞ്ഞിട്ടുള്ളതാണ് ഈ സൂര്യൻ. എടോ വർഷവര അവിടുത്തെ ഈ കാവൽക്കാരനാണ്. എന്താണ് ഈ സൂര്യൻ ഇവിടെ വന്ന് ഉദിക്കാൻ കാരണം? പിന്നെ മനസ്സിലായി ഇത് സൂര്യനല്ല, ചന്ദ്രനാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എടോ ചന്ദ്ര. അപ്പോൾ അയാൾ വിളി കേൾക്കുന്നില്ല. ഇയാൾ ഈ കാമ പരവശനായതുകൊണ്ട് രാവണൻ ഒരു ബുദ്ധിഭ്രമം വന്ന പോലത്തെ അവസ്ഥയാണ്. ഈ ചന്ദ്രനോട് വീണ്ടും വിളിക്കുന്നു, എടോ ചന്ദ്ര, നിന്റെ ചെവി പൊട്ടിപ്പോയോ, എടോ ചന്ദ്ര എന്ന് വിളിച്ച് അവസാനം കേട്ടു. എന്നിട്ട് ചോദിക്കും, ഹിമഗർഭാരശ്മയ സ്ഥാവകീനാം മൈ മദന വിധേയേ ഏന വന്യം വമന്തി. അല്ലയോ ഹിമകര, സാധാരണ ഹിമത്തോട് കൂടിയതാണ്, മഞ്ഞോട് കൂടിയതാണ് നിന്റെ രശ്മികൾ. പക്ഷെ ഇപ്പം അത് എൻ്റെ ശരീരത്തിലാകെ തീ കോരിച്ചൊരിയുകയാണ്. എന്താണ് അതിന് കാരണം? എന്നിട്ട് പറയുകയാണ്, എന്നാ തവ ബലം, നിന്റെ ബലമല്ല, അനംഗസ്യാപിവ, കാമദേവൻ്റെയും ബലമല്ല. കാരണം കാമദേവനൊന്നും എൻ്റെ അടുത്ത് അത്ര, അയാൾ ഫുൾ ടൈം കാമൻ്റെ അധീനത്തിലാണ് കേട്ടോ. അയാൾ അറിയുന്നില്ല അയാൾ കാമൻ്റെ അധീനത്തിലാണ്. അതാണ് അയാളുടെ ഈ മൗഢ്യത്തിൻ്റെ പരമകാഷ്ഠ രാവണൻ എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നാ തവ ബലം അനംഗസ്യാപിവ ദുഃഖഭാജോ ജനകദുഹിതൃരേഷ ശർവരി നാഥ ശക്തി. ഈ ജനകദുഹിതുവിൻ്റെയാണ്, അതായത് ജനകപുത്രിയായിട്ടുള്ള സീതയെ ഈ ശിംശഭാമൂലത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ആ സീതയുടെ ശക്തി കൊണ്ടാണ്, സീതയെക്കുറിച്ചുള്ള സ്മരണ എൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന തീയാണ്. അതുകൊണ്ട്
ഈ തീ അണയ്ക്കാനുള്ള മാർഗം ഇനി സീതയുടെ അടുത്തേക്ക് പോവുക, അപ്പോൾ എന്ന് പറഞ്ഞ് അയാൾ സീതയുടെ അടുത്തേക്ക് പോകുന്നു. അടുത്ത രംഗത്തിൽ ഇടതുവശത്ത് സീത ഇരിക്കുന്നു, വലതുവശത്തൂടെ രാവണൻ പ്രവേശിക്കുന്നു. സീതയുടെ അടുത്ത് വന്നാൽ ആദ്യം സീതയുടെ അടുത്ത് വന്ന് സീതയുടെ മുമ്പിൽ രാവണനാണ്. പക്ഷെ ആ രാവണൻ അവിടുത്തെ ഈ അഴകിയ രാവണൻ എന്നാണ് പറയുന്നത്. ഈ അഴകിയ രാവണൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ ഒരുതരം ഒരു മന്ദബുദ്ധിയെ പോലെയാണ് അയാൾ കളിക്കുന്നത്. അവിടെ കിടന്ന് ചക്രവർത്തിയാണ്, പക്ഷേ അയാൾ ആ കാമൻ അധീനനായതുകൊണ്ട് അയാൾ അവിടെ വന്ന് സീതയുടെ കാൽക്കൽ വന്നിട്ട് അവിടെ ധാരാളം ആട്ടങ്ങളുണ്ട്. എന്താണ്, രാജ്യം ഉപേക്ഷിച്ച് വനത്തിൽ നടക്കുന്ന ഈ തോലുടുത്ത, ഈ മരമുരി ഉടുത്ത ഈ ശ്രീരാമനുണ്ടല്ലോ, അവനെ ഉപേക്ഷിച്ചിട്ട് ദേവലോകത്തുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ പ്രശംസിക്കുന്നവരാണ് ഞാൻ. അവരെയൊക്കെ ഉപേക്ഷിച്ച് ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്നെ നീ ഭജിക്കാൻ കാരണമാകുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സീത തിരിച്ചു നോക്കുന്നില്ല. നാച്ചുറലി നോക്കുമ്പോൾ അവിടെ ധാരാളം ദേവലോകത്തു നിന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കൽപ്പവൃക്ഷങ്ങളുണ്ട്. ഈ കൽപ്പവൃക്ഷങ്ങളൊക്കെ ദേവലോകത്ത് മാത്രമുള്ളതാണ്. പക്ഷേ ഞാൻ അവിടെ പോയിട്ട് ദേവേന്ദ്രൻ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ കൈകൾ കൊണ്ട് ഇത് ഓരോന്നും ഇളക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ പറയുന്നതിൻ്റെ മണ്ടത്തിലായാലും അറിയുന്നില്ല. എനിവേ, അങ്ങനെ ഈ സീതയെ പറഞ്ഞ് പ്രേരിപ്പിക്കാൻ നോക്കുന്നു. സീത തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഈ രാവണൻ വിചാരിക്കുന്നു സ്ത്രീകൾക്ക് സാധാരണ ധാരാളം ആഭരണങ്ങളൊക്കെ കൊടുത്താൽ സന്തോഷം വരും എന്ന് വിചാരിച്ച് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും സീത തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം അവിടെ ഒരു പതിഞ്ഞ പദമൊക്കെ ഉണ്ട്. സാധാരണ അത് എടുക്കാറില്ല. മർത്യനായ രാമനിൽ നീ ചിത്തം വെച്ചിയിലുള്ള എന്ന് മാത്രമേ അവിടെ നമ്മുടെ ഈ പിന്നീട് കോട്ടയം കഥകളിലും മറ്റും വന്ന പതിഞ്ഞ പദത്തിൻ്റെ ഒരു ആദിരൂപം എന്ന് നമുക്ക് പറയാവുന്ന ഊരിരുൾ ഇടയിൽ മേവും ഊരിരുൾ ഇടയുന്ന അണിഞ്ഞൽ കുഴലിൽ മേവും ഏരിയാണ്ട ചാരുസുമ രാജിതാനനെ എന്നൊക്കെ ധാരാളം മനോഹരമായിട്ടുള്ള മുദ്രകൾ മാല പോലെ ചേർത്ത് വെച്ച ഒരു പാട്ടൊക്കെയാണ്. പക്ഷെ അത് സാധാരണ പതിവില്ല. അത് കഴിഞ്ഞിട്ട് രാവണൻ ഈ പറയുന്നതൊന്നും കേൾക്കാൻ സീത തയ്യാറാവാതെ എന്നെ തിരിച്ച് ശ്രീരാമന് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ, നൽകിയില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന സീത നേരിട്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പുത്രമാമ ചന്ദ്രഹാസം, എൻ്റെ ചന്ദ്രഹാസം എവിടെ എന്ന് ചോദിച്ച് ദേഷ്യത്തോടുകൂടി ഈ രാവണൻ ചന്ദ്രഹാസം എടുത്ത് സീതയെ വെട്ടാൻ വരുമ്പോൾ മണ്ഡോദരി വന്ന് കയ്യിൽ പിടിക്കുന്നു. മണ്ഡോദരിയെ കണ്ട് ലജ്ജിച്ച് അവിടെ ഒരു പ്രത്യേക ചടങ്ങുണ്ട്. അതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കൊറിയോഗ്രാഫിയാണ്. തോരി രാഗം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ആ പാടുമ്പോഴാണ് ഈ രാവണൻ്റെ പല പല വിവിധ ഭാവങ്ങൾ, സീതയോടുള്ള ദേഷ്യം, മണ്ഡോദരി ഇവിടെ പിടിച്ചതിൻ്റെ ഒരു ലജ്ജ, അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കാണിച്ച് അവിടുന്ന് മെല്ലെ പോകും. അത് കഴിഞ്ഞിട്ട് ഹനുമാൻ വന്ന് സീതയെ കാണുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം, താൻ ഇങ്ങനെ ശ്രീരാമൻ്റെ ദൂതനാണെന്ന് പറഞ്ഞ് അങ്കുലിയം കൊടുക്കുന്നു. അതുപോലെ ചൂടാമണി തിരിച്ച് വാങ്ങുന്നു. പിന്നെ സീതയുടെ അനുവാദത്തോടുകൂടി ഈ പ്രമദാവനം മുഴുവൻ, ആ ഉദ്യാനം മുഴുവൻ ഭഞ്ജിക്കുന്നു. ഇത് രാവണൻ അറിഞ്ഞ് രാവണൻ പിടിച്ചു കെട്ടാൻ ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞുള്ള കഥകൾ അവസാനം ഈ രാവണനെ പിടിച്ചു കെട്ടി രാവണൻ്റെ മുമ്പിൽ, ഹനുമാനെ പിടിച്ചു കെട്ടി രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. അവിടെ ഹനുമാൻ്റെ വാലിൽ തീ വയ്ക്കാൻ പറയുന്നു. അങ്ങനെ ആ വാലിൽ തീ വെച്ച് ലങ്കാദഹനം പോകുന്നത് വരെയുള്ള ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. മനോഹരമായിട്ടുള്ള അരങ്ങാണ് അത് കാണുക. ഇന്ന് അധികം സമയം എടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവിടെ നിർത്തുന്നു. ഇന്നിവിടെ ഒരു നാലാരത്തിയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നിവിടെ പാട്ടിൽ കലാമണ്ഡലം സായികുമാറും ജീവനും അവർ ആ പതിഞ്ഞ പദത്തോടുകൂടി, പതിഞ്ഞ പദമൊക്കെ വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ ശ്രീരാഗ് ആ മലയുടെ ഭാഗവും ഒക്കെ ഭംഗിയായി ചെയ്തു.
അതുപോലെ നിതിൻ രാജൻ ഭംഗിയായി കൂടി. ആദിത്യൻ നമുക്ക് പറയേണ്ടതില്ല അല്ലേ, നാളത്തെ ഒരു വലിയ വാഗ്ദാനമാണ്. മനോഹരമായി ആദിത്യൻ്റെ പ്രകടനവും നമ്മൾ കണ്ടു. പിന്നെ മനോജിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും സന്തോഷമാണ്. മനോജ് മുമ്പിലുണ്ടെങ്കിലും കൂടെയുണ്ടെങ്കിലും മനോജ് കൃഷ്ണയുടെ കാര്യമാണ് പറയുന്നത്. ഒക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. മനോജിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ രണ്ട് കഥകളിലെയും കഥകൾ ചുരുക്കി നമുക്ക് വ്യക്തമാക്കി തരികയും അതിൻ്റെ ആട്ടങ്ങളിലുള്ള പ്രത്യേകതകളും ഒക്കെ സാങ്കേതിക അംശങ്ങളുമൊക്കെ മനോജ് കൃഷ്ണയും കൂടെ ഈ കലാകാരന്മാർ അതിൽ ഏറ്റുമാനൂർ കണ്ണൻ, കലാമണ്ഡലം ആദിത്യൻ, സദനം സായികുമാർ, കലാമണ്ഡലം ജീവൻ, കലാമണ്ഡലം ശ്രീരാജ്, കലാമണ്ഡലം നിതിൻ രാജ്, ഈ എല്ലാ കലാകാരന്മാർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾക്ക് അത് വളരെ അവിചാരമായി പെട്ടെന്നൊന്നും ഒരു അരമണിക്കൂർ പിന്നെ നീളം കുറയ്ക്കേണ്ടി വന്നു. വേറൊന്നുമല്ല, അടുത്ത വീട്ടിൽ ഒരു മരണം നടന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ ഇത് വിട്ടുവീഴ്ച നമുക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇത്ര മനോഹരമായത് കുറച്ച് നേരത്തേക്കാണെങ്കിലും നിർത്തി വയ്ക്കേണ്ടി വന്നത് നമുക്കൊക്കെ ദുഃഖമുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി എന്ന് പറയുകയാണ്.